കൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമായി മദ്യനയത്തിന് എന്തു മാറ്റം വന്നു എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. KK മഹേഷിന്റെ മരണത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം വെള്ളാപ്പള്ളിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സുധീരൻ. തൃശൂർ DEO ഓഫീസിലേക്ക് AYF-ഉം AASF-ഉം സംയുക്തമായി നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വടക്കാഞ്ചേരി പുതുരുത്തിയിൽ സ്കൂട്ടറിൽ പോകുന്നതിനിടെ ഷാൾ ചക്രത്തിൽ കുരുങ്ങി അങ്കണവാടി അധ്യാപിക മരിച്ചു. പുതുരുത്തി സ്വദേശിനി മിനി വർഗീസാണ് മരിച്ചത്. പ്രതിസന്ധി തുടർന്നാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം അടുത്ത മാസത്തേക്കും നീളുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പ്രതീക്ഷിച്ച മഴ ലഭിക്കാത്തതും ഉപഭോഗം കുറയാത്തതുമാണ് നിയന്ത്രണത്തിന് കാരണമെന്നും മന്ത്രി. ആളൂരിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലീസ് ജീപ്പിടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. ആളൂർ സ്വദേശി ജുവിനാണ് മരിച്ചത്. വടക്കാഞ്ചേരി ടൗണിൽ SI സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വ്യാപാര സ്ഥാപനത്തിന്റെ സംരക്ഷണ ഭിത്തിയിലിടിച്ചു. ഓസ്ട്രിയയെ തകർത്ത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഇറാഖിനെതിരെ 3-0 വിജയവുമായി മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും കുതിപ്പ് തുടരുന്നു. സെനഗലിനെ തോൽപ്പിച്ച് നോർവേയും അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇന്ന് രണ്ടാം മത്സരത്തിനിറങ്ങും. വാർത്തകളിലേക്ക് വിശദമായി. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമായി മദ്യനയത്തിന് എന്ത് മാറ്റം വന്നു എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാവനാസമ്പന്നമായ കർമ്മ പദ്ധതികളുമായാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. 1-2 കാര്യങ്ങളിൽ അദ്ദേഹവുമായി വിയോജിപ്പുണ്ട്. അക്കാര്യം നേരിട്ട് അറിയിച്ചു. ജനവികാരം സർക്കാർ കണക്കിലെടുക്കണം. KK മഹേഷിന്റെ മരണത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം വെള്ളാപ്പള്ളിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങൾ SNDP ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. വ്യക്തിപരമായി തനിക്ക് അദ്ദേഹത്തോട് യാതൊരു വിരോധവുമില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളിലും നടപടികളിലും നയങ്ങളിലുമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. CPM-ന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ടാണെന്നും സുധീരൻ പറഞ്ഞു. മഹേഷിൻ്റെ ആത്മഹത്യ സംബന്ധിച്ച് അദ്ദേഹം തയ്യാറാക്കിയ കുറിപ്പും അനുബന്ധമായി നടന്ന അതേക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യവും അത് വീണ്ടും ഉയർന്നു വന്നത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷവും ഉയർന്നു വന്നത് എനിക്ക് തോന്നുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയെ കുറച്ചൊരു പരിഭ്രാന്തനാക്കിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം തന്നെ അവതരിപ്പിച്ച വിഷയങ്ങളും ആ അവതരണ രീതിയും അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളും അതിലെ ഉള്ളടക്കവും ഒക്കെ അദ്ദേഹം വഹിക്കുന്ന SNDP യോഗത്തിൻ്റെ മഹത്തായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അദ്ദേഹവുമായി വ്യക്തിപരമായി എനിക്ക് യാതൊരു വിരോധവുമില്ല. പ്രിയപ്പെട്ട K കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹമാണ് അന്ന് AP ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗം ലഭ്യത കുറച്ചുകൊണ്ടുവരിക, മദ്യനിരോധനത്തിലേക്ക് കാലക്രമേണ നീങ്ങുക എന്ന ആശയം ഉന്നയിച്ചത് നടപ്പാക്കാൻ ആരംഭിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് AK ആൻ്റണി ചാരായ നിരോധനം ഏർപ്പെടുത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ബാറുകൾ നിരോധിച്ചുകൊണ്ട് കേവലം 29 ബാറുകൾ മാത്രമാക്കിയത്. ആ 29 ബാറുകളാണ് പിണറായിയുടെ ഭരണകാലത്ത് ഏതാണ്ട് ഒരു 1000-ഓളം ബാറുകളായി. ഞാൻ അതിന് അന്നേ മുതൽ ഫൈറ്റ് ചെയ്യുന്നത് എത്രയോ കത്തുകൾ കൊടുത്തു, എത്രയോ ലേഖനങ്ങൾ കൊടുത്തു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നടത്തി. പക്ഷേ കാര്യമായ ഒരു ചലനമുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് എന്നും മദ്യവിരുദ്ധ പ്രസ്ഥാനമാണല്ലോ. ലഹരിക്കെതിരാണ്, മദ്യത്തിനെതിരാണ്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയമാണ് മദ്യവർജനം. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആപൽക്കരമായ അവസ്ഥയിൽ നിന്നും മുക്തമായ ഒരു കേരളമാണ് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. AASF AYF പ്രവർത്തകർ തൃശൂർ DEO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
PM ശ്രീ പദ്ധതിക്കെതിരെ നടത്തിയ നിയമസഭാ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു DE ഓഫീസ് മാർച്ച്. പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മോഡൽ ബോയ്സ് സ്കൂളിന് സമീപം ACP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂരിലും പ്രവർത്തകർക്ക് നേരെ ചെളിവെള്ള പ്രയോഗം നടത്തിയെന്നാണ് ആരോപണം. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറയേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. AAF സെക്രട്ടറി ബിന്ദുൻ പോട്ടോക്കാരൻ, പ്രസിഡന്റ് അഭിറാം, VK വിനീഷ്, ലിനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. നിയമസഭയിലേക്ക് വടക്കാഞ്ചേരി പുതുരുത്തിയിൽ സ്കൂട്ടറിൽ പോകുന്നതിനിടെ ഷാൾ ചക്രത്തിൽ കുരുങ്ങി അങ്കണവാടി അധ്യാപിക മരിച്ചു. പുതുരുത്തി സ്വദേശിനി ആലപ്പാടൻ വീട്ടിൽ 58 വയസ്സുള്ള മിനി വർഗീസാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9:45 അങ്കണവാടിയിലേക്ക് പോകുന്നതിനിടയിലാണ് അപകടം. അയൽവാസിയായ യുവാവിനോടൊപ്പം ഇലക്ട്രിക് സ്കൂട്ടറിൽ പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പുതുരുത്തി സ്കൂളിന് സമീപം ഷോൾ സ്കൂട്ടറിന്റെ പിൻചക്രത്തിൽ കുരുങ്ങുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ മിനി വർഗീസിന്റെ തല റോഡിലിടിച്ചു. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രതിസന്ധി തുടർന്നാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം അടുത്ത മാസത്തേക്കും നീളും. പ്രതീക്ഷിച്ച മഴ ലഭിക്കാത്തതും ഉപഭോഗം കുറയാത്തതുമാണ് നിയന്ത്രണത്തിന് കാരണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ വിശദീകരിച്ചു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വൈദ്യുതി കടം വാങ്ങിയിരുന്നു. ഇത് ജൂണിൽ തിരിച്ചു കൊടുക്കണം. അണക്കെട്ടുകളിൽ ജലനിരപ്പ് കുറയുകയാണ്. പുറത്തുനിന്ന് ആവശ്യത്തിന് വൈദ്യുതി വാങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇതെല്ലാം ചേർത്ത് സംസ്ഥാനത്ത് എത്തിച്ചത് കടുത്ത പ്രതിസന്ധിയിലാണ്. ദിവസവും 900 മെഗാവാട്ടിന്റെ കുറവാണുള്ളത്. ഈ സാഹചര്യത്തിൽ രാത്രി 9-നും 12-നും ഇടയിൽ ഈ മാസം 30 വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രതിസന്ധി നേരിടുന്നതിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ അടുത്തിടെ KSEB ടെൻഡർ ക്ഷണിച്ചിരുന്നു. ജൂലൈയിലേക്ക് ടെൻഡർ നൽകിയ കമ്പനി യൂണിറ്റിന് 10 രൂപ 99 പൈസ ആവശ്യപ്പെട്ടു. വൈദ്യുതി വാങ്ങാൻ 10 രൂപയ്ക്കപ്പുറം ചെലവിടരുതെന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം. ഇതിൽ ഇളവ് തേടി KSEB കമ്മീഷന് കത്ത് നൽകിയിട്ടുണ്ടെന്നും വൈദ്യുതി മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് TCV. ആളൂരിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലീസ് ജീപ്പിടിച്ച് പരിക്കേറ്റ 2 വിദ്യാർത്ഥികളിൽ ഒരാൾ ചികിത്സയിലിരിക്കെ മരിച്ചു. ആളൂർ ആനത്തറം പീണിക്കപ്പറമ്പിൽ രാജുവിന്റെ മകൻ 16 വയസ്സുള്ള ജുവിനാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തയ്യിൽ വീട്ടിൽ അനന്തകൃഷ്ണൻ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് ഡാൻസ് ഓഫ് സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഇടിച്ചത്. ഈ മാസം 15-ന് പോട്ട 3 വീടിക സംസ്ഥാന പാതയിൽ ആളൂർ കദളിച്ചിറയ്ക്ക് സമീപമായിരുന്നു അപകടം. വടക്കാഞ്ചേരി ടൗണിൽ SI സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ വ്യാപാര സ്ഥാപനത്തിന്റെ സംരക്ഷണ ഭിത്തിയിലിടിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. പത്താങ്കല്ല് സ്വദേശിയായ പോലീസുകാരൻ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ സംരക്ഷണ ഭിത്തി തകർന്നു. അപകടത്തിൽ കാറിന്റെ മുൻവശവും പിൻവശവും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പോലീസുകാരെ ഗുണ്ടെറിഞ്ഞ് ദേഹോപദ്രവമേൽപ്പിച്ച കേസിലെ പ്രതി പിടിയിൽ. ചിയാരം സ്വദേശി അരിമ്പൂർ പല്ലൻ വീട്ടിൽ സഞ്ജയ് നിക്സനെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് പിടികൂടിയത്. ഈ മാസം 20-നാണ് കേസിനാസ്പദമായ സംഭവം. തൂഫാൻ ഡ്യൂട്ടിക്കായി ഇറങ്ങിയ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ടോണി തരകൻ, സത്യജിത്ത്, സിവിൽ പോലീസ് ഓഫീസർ വിനീഷ് ഭരതൻ എന്നിവർക്ക് നേരെയാണ് പ്രതി ഗുണ്ടെറിഞ്ഞത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തിവന്ന സംഘത്തെ കയ്പമംഗലം പോലീസ് പിടികൂടി. നിരവധി കേസുകളിൽ പ്രതിയായ കൂരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ വീട്ടിൽ ഹസീബ്, കൂട്ടാളികളായ നാട്ടിക സ്വദേശി എടക്കണ്ടിയിൽ വീട്ടിൽ ആകാശ് ബാബു, താന്യം പെരിങ്ങോട്ടുകര സ്വദേശി വടക്കേക്കുന്നത്ത് വീട്ടിൽ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച രാത്രി പെരിഞ്ഞനത്തുള്ള ഹസീബിന്റെ വീട്ടിൽ വെച്ചാണ് പ്രതികളെ പോലീസ് വലയിലാക്കിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നദിമുദ്ദീന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ഹാഷ് ഓയിലും പോലീസ് പിടിച്ചെടുത്തത്. കയ്പമംഗലം SHO ബിജിത്ത്, SI അജാസുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിലുണ്ടായിരുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കുന്നംകുളത്ത് നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം പിടികൂടി. സംഭവത്തിൽ പാറേമ്പാടം സ്വദേശി ജോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തു.
കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സനീഷ് കുമാർ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് പ്രതിയുടെ വീട്ടിൽ പരിശോധന നടത്തിയത്. സബ് ഇൻസ്പെക്ടർമാരായ ശരത് സോമൻ, സുബിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മാള സാമ്പാളൂർ പള്ളിയിലെ വികാരിമാർ താമസിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിൽ ആത്മഹത്യാ ഭീഷണിയുമായി കയറിയ ആളെ അനുനയിപ്പിച്ച് താഴെയിറക്കി. ചേർത്തല സ്വദേശി പ്രിൻസ് ജോസഫാണ് കെട്ടിടത്തിന്റെ 3-ാം നിലയുടെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. 1 മണിക്കൂറോളം കെട്ടിടത്തിന് മുകളിൽ കയറി ഭീഷണി മുഴക്കിയ യുവാവിനെ വികാരി ഫാദർ ജോൺസൺ പങ്കയത്തും ഫയർഫോഴ്സ് ഓഫീസറും ചേർന്ന് അനുനയിപ്പിച്ച് താഴെയിറക്കുകയായിരുന്നു. കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭയിലെ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചിരിക്കെയാണ് രാജി. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജി സ്വീകരിച്ചു. മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു ജോർജ് കുര്യൻ. കേന്ദ്ര സഹമന്ത്രിയായതിനു പിന്നാലെ 2024 ഓഗസ്റ്റിലാണ് അദ്ദേഹത്തെ രാജ്യസഭാംഗമായി തെരഞ്ഞെടുത്തത്. ഈ മാസത്തോടെ കാലാവധി കഴിഞ്ഞു. രാജ്യസഭയിലേക്ക് അദ്ദേഹത്തിന് വീണ്ടും BJP അവസരം നൽകിയിരുന്നില്ല. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജനവിധി തേടിയിരുന്നെങ്കിലും കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ നേതാക്കൾക്കെതിരെ വിമർശനവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. നേതാക്കളുടെ ഭാഷാശൈലിയും പെരുമാറ്റവും പരിശോധിക്കണമെന്ന് ചിന്താ വാരികയിൽ എഴുതിയ ലേഖനത്തിൽ ശൈലജ തുറന്നടിക്കുന്നു. തിരിച്ചുവരവ് അനിവാര്യമാണ് എന്ന പേരിലാണ് ശൈലജയുടെ ലേഖനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ടത് നിസാര തോൽവിയല്ല. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തിരിച്ചടി നേരിട്ടു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ തോൽവി പഠിക്കണം. ഉറച്ചു നിന്നവർ പോലും ഇടതുപക്ഷത്തു നിന്ന് മാറി. നേതാക്കളുടെയും പ്രവർത്തകരുടെയും ശൈലീമാറ്റം അനിവാര്യമാണ്. ഭാഷാശൈലിയും പെരുമാറ്റവും ജീവിത രീതിയും പരിശോധിക്കണമെന്നും KK ശൈലജ ആവശ്യപ്പെട്ടു. LDFന് 99 സീറ്റിൽ നിന്ന് 35ലേക്ക് ചുരുങ്ങേണ്ടി വന്നു. പല ഘടകകക്ഷികൾക്കും ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. അവർക്കെല്ലാം പഴയ സ്ഥിതി വീണ്ടെടുക്കാൻ കഴിയണം. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവമുള്ള കാര്യമാണെന്നും ലേഖനത്തിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉത്കണ്ഠയുണ്ടാക്കുന്ന വ്യതിയാനമാണ്. പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിച്ചില്ലെന്നും വിമർശനമുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. മെഡിക്കൽ ഷോപ്പുകൾക്ക് മുന്നിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഡിസ്കൗണ്ട് ബോർഡുകൾ സ്ഥാപിക്കുന്നത് വിലക്കുന്ന ഡ്രഗ്സ് കൺട്രോളറുടെ സർക്കുലർ ഹൈക്കോടതി ശരിവെച്ചു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഡിസ്കൗണ്ട് ബോർഡുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയെങ്കിലും വിലക്കുറവിൽ മരുന്നുകൾ വിൽക്കുന്നതിന് തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കി. 80% വരെ ഡിസ്കൗണ്ട് ലഭിക്കുമെന്ന തരത്തിൽ സ്ഥാപിക്കുന്ന ബോർഡുകൾ പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഈ വിശദീകരണം കോടതി അംഗീകരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. മുല്ലശ്ശേരി ഹെൽത്ത് സൂപ്രണ്ടിന്റെ ചേംബറിൽ നടന്ന അവലോകന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK അനിൽകുമാർ, ബ്ലോക്ക് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജിയോ ഫോക്സ്, ഹെൽത്ത് സൂപ്രണ്ട് ഡോക്ടർ ലിസിന ജോസഫ്, ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് P മഹേഷ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. UDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ഇരിങ്ങാലക്കുടയ്ക്ക് 300 കോടി രൂപയുടെ പദ്ധതികൾ എന്ന പ്രചരണം വാസ്തവവിരുദ്ധമാണെന്ന് ഇരിങ്ങാലക്കുട CPM ഏരിയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളാണ് ബജറ്റിൽ വീണ്ടും അവതരിപ്പിച്ചതെന്ന് CPM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി സെക്രട്ടറി VA മനോജ് കുമാർ പറഞ്ഞു. എല്ലാ കാലത്തും മറ്റുള്ളവരുടെ അധ്വാനഫലം സ്വന്തമാക്കാനുള്ള സ്ഥലം MLAയുടെ പ്രചാരണമാണ് ഇതിന് പിന്നിലെന്നും മനോജ് കുമാർ ആരോപിച്ചു. ഏറെ നാളത്തെ ശ്രമഫലമായി ടാണ ചന്തക്കുന്ന് വികസനം യാഥാർത്ഥ്യമാക്കിയത് LDF സർക്കാരാണെന്നും നേതാക്കൾ പറഞ്ഞു. CPM നേതാക്കളായ RL ശ്രീലാൽ, KR വിജയ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും സംയുക്തമായി തെക്കേ ഗോപുര നടയിൽ നിന്നും VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് റാലി സംഘടിപ്പിച്ചു. കായിക താരങ്ങൾ, കായിക പ്രേമികൾ, വിവിധ കായിക അസോസിയേഷനുകൾ, ദേശീയ അന്തർദേശീയ താരങ്ങൾ തുടങ്ങിയവർ റാലിയിൽ അണിചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് C സുമേഷ്, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോഫി മാത്യു, സെക്രട്ടറി KR സുരേഷ്, തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, അർജുന അവാർഡ് ജേതാവ് TV പോളി, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ, വർഗീസ് ആലുക്ക തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ പ്രമുഖ കായിക സംഘാടകനും ദേശീയ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരവുമായിരുന്ന TT ജെയിംസിനെ ചടങ്ങിൽ ആദരിച്ചു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. ഓസ്ട്രിയയെ തകർത്ത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. ഇറാഖിനെതിരെ 3-0 വിജയവുമായി മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും കുതിപ്പ് തുടരുകയാണ്. സെനഗലിനെ തോൽപ്പിച്ച് നോർവേയും അടുത്ത റൗണ്ടിലേക്ക് മുന്നേറി.
വീണ്ടും മെസ്സി മാജിക്കിന്റെ പ്രതിഭാസ്പർശം നിറഞ്ഞു നിന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീന ഓസ്ട്രിയയെ തകർത്തത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന ജർമ്മനിയുടെ മിറാസ്ലോ ക്ലോസയുടെ റെക്കോർഡും തകർത്താണ് മെസ്സി അർജന്റീനയ്ക്ക് ജയവും നോക്കൌട്ട് ബെർത്തും സമ്മാനിച്ചത്. മത്സരത്തിന്റെ തുടക്കം അർജന്റീനയ്ക്ക് നാടകീയത നിറഞ്ഞതായിരുന്നു. 8-ാം മിനിറ്റിൽ ലൗതാരോ മാർട്ടിനസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് പെനാൽറ്റി എടുത്ത നായകൻ ലയണൽ മെസ്സിക്ക് പിഴച്ചു. മെസ്സിയുടെ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോയതോടെ സ്റ്റേഡിയം നിശ്ചലമായി. എന്നാൽ പെനാൽറ്റി നഷ്ടത്തിന്റെ നിരാശ അധികനേരം നീണ്ടുനിന്നില്ല. 38-ാം മിനിറ്റിൽ തകർപ്പൻ മുന്നേറ്റത്തിലൂടെ മെസ്സി ഓസ്ട്രിയൻ പ്രതിരോധ കോട്ട പൊളിച്ച് ആദ്യ ഗോൾ നേടി. ഇഞ്ചുറി ടൈമിന്റെ 5-ാം മിനിറ്റിൽ വീണ്ടും മെസ്സി ഫിനിഷ് ചെയ്തതോടെ 2-0 ഓസ്ട്രിയ കീഴടങ്ങി. അതേസമയം കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളും ഒസ്മാൻ ഡെംബലയുടെ 1 ഗോളും ഇറാഖിനെതിരെ ഫ്രാൻസിന് അനായാസ വിജയം സമ്മാനിച്ചു. ഈ വിജയത്തോടെ ലോകകപ്പിലെ തന്റെ ആകെ ഗോൾ നേട്ടം 16 ഉയർത്താൻ എംബാപ്പയ്ക്ക് സാധിച്ചു. ഗ്രൂപ്പ് ഐയിൽ സെനഗലിനെ 2-3 ഗോളുകൾക്ക് വീഴ്ത്തി നോർവേ നോക്കൌട്ട് റൗണ്ടിലേക്ക് ടിക്കറ്റ് എടുത്തു. എർലിംഗ് ഹാലണ്ടിന്റെ ഇരട്ട ഗോളും മാർക്കസ് പെഡേഴ്സൺ നേടിയ ഏക ഗോളുമാണ് നോർവേക്ക് ജയമൊരുക്കിയത്. സെനഗലിന് വേണ്ടി ഇസ്മാലിയ സാർ ഇരട്ട ഗോൾ നേടി. സ്പോർട്സ് ഡെസ്ക് TCV. ലോകകപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ 2-ാം മത്സരത്തിനിറങ്ങുന്നു. രാത്രി 10:30 തുടങ്ങുന്ന മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനാണ് എതിരാളികൾ. ആദ്യ മത്സരത്തിൽ കോങ്കോയോട് 1-1 സമനില വഴങ്ങിയ പോർച്ചുഗലിന് ഇന്നത്തെ മത്സരം നിർണായകമാണ്. പുലർച്ചെ 1:30 മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയുമായി ഏറ്റുമുട്ടും. നാളെ പുലർച്ചെ 4:30 പാനമ ക്രൊയേഷ്യയും രാവിലെ 7:30 കൊളംബിയ കോങ്കോയെയും നേരിടും. മറ്റു വാർത്തകളിലേക്ക്. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് തൃശൂർ നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം ഗാനസമാഗമം സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന സ്നേഹസംഗമത്തിൽ സംഗീതരംഗത്ത് 4 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഗായകനും സംഗീതജ്ഞനും സംഗീത അധ്യാപകനുമായ KP ബാലമുരളിയെ ആദരിച്ചു. അന്തരിച്ച നാടക സംഗീത സംവിധായകൻ പുത്തൂർ രാജനെ യോഗത്തിൽ അനുസ്മരിച്ചു. ചലച്ചിത്ര ഗാനരചയിതാവ് ജ്യോതിഷ് കാശി, P വിനോദ്, നാദബ്രഹ്മം ട്രസ്റ്റിമാരായ തൃശൂർ H ഗണേഷ്, മോഹൻകുമാർ പുളിക്കൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഗാനമേളയിൽ 30ഓളം ഗായകർ പങ്കെടുത്തു. കണക്ട് ആകൂ, ലഹരിയോട് ഡിസ്കണക്ട് ആകൂ. കേരള വിഷൻ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബയോഡൈവേഴ്സിറ്റി ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന ബയോഡൈവേഴ്സിറ്റി ബോർഡ് അംഗം സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു അധ്യക്ഷത വഹിച്ചു. ബയോഡൈവേഴ്സിറ്റി ബോർഡ് സാങ്കേതിക വിദഗ്ധൻ ഡോക്ടർ KH അമിതാഭ് ബച്ചൻ, അശോകൻ എന്നിവർ ക്ലാസ് നയിച്ചു. BMC ബ്ലോക്ക് കൺവീനർ MS മോഹനൻ, ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PH നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന 1 വർഷ സൗജന്യ ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ 800ഓളം വരുന്ന ക്ലാസിഫൈഡ് ഫെസിലിറ്റി ഹോട്ടലുകളുടെ ഔദ്യോഗിക സംഘടനയാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ. SSLC VHSC ആണ് അടിസ്ഥാന യോഗ്യത. പരിശീലന കാലത്ത് ട്യൂഷൻ ഫീ, ഭക്ഷണം, താമസം എന്നിവ സൗജന്യമായിരിക്കും. പ്രാക്ടിക്കൽ അടക്കമുള്ള റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോൾ 4000 രൂപ സ്റ്റൈപ്പൻഡും ലഭിക്കും. വിജയികൾക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സ്റ്റഡ് കൗൺസിലിന്റെ സർട്ടിഫിക്കറ്റും ഫെഡറേഷന്റെ ഹോട്ടലുകളിൽ പ്ലേസ്മെന്റും നൽകും. ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷ നൽകാം. IHM.FKHA.in എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ഓൺലൈൻ ലിങ്ക് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സഹിതം IHM സെന്ററുകളിൽ നേരിട്ട് അപേക്ഷ നൽകാം. ജൂലൈ 30 വരെയാണ് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി.
തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് IHM സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8281386600 അല്ലെങ്കിൽ 7306383129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തൃശൂരിലെ ആദ്യത്തെ മൊബൈൽ ഡിജിറ്റൽ എക്സ്റേ മെഷീൻ അമല മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചു. AI സാങ്കേതികവിദ്യയുടെ ലോകത്തിലെ തന്നെ അത്യാധുനിക പതിപ്പ് ഈ മെഷീന്റെ പ്രത്യേകതയാണ്. ഹൈ ഫ്രീക്വൻസി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. Key OTT 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പെട്ടെന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. നീ പോകുന്നതിന് മുമ്പ് ആ കേബിളൊന്ന് ശരിയാക്കിയിട്ട് പോണേ. ഇന്ന് എല്ലാരും ആണല്ലോ ഒരുമിച്ച് സിനിമ കണക്റ്റായി. കണക്ട് ആകൂ, ലഹരിയോട് ഡിസ്കണക്ട് ആകൂ. കേരള വിഷൻ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ, നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.